ഹലോ നമസ്കാരം, എല്ലാവർക്കും ദേവ്സ് കുക്കിംഗ് വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ട്രിപ്പിൾ ലോക്ക്ഡൗണിൻ്റെ സാഹചര്യത്തിൽ നമുക്കെല്ലാവർക്കും ചില പരിമിതികളുണ്ട്. അതുകൊണ്ട് അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ വെച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് ഞാൻ ചെയ്യുന്നത്. പക്ഷേ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടമാവും. അത്രയ്ക്ക് സിമ്പിൾ ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണിത്. നല്ല പൂ പോലത്തെ പാലാട എങ്ങനെ തയ്യാറാക്കാമെന്ന് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എപ്പോഴും പറയുന്ന പോലെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യുക. ശരി, നമുക്ക് വീഡിയോ കണ്ടാലോ. അപ്പോൾ പാലാട തയ്യാറാക്കാൻ വേണ്ടി ഞാൻ ഒരു 1.5 കപ്പ് പച്ചരി 5 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനെ നന്നായിട്ട് ഡ്രെയിൻ ചെയ്തിട്ട് ഞാനൊരു മിക്സിയുടെ ജാറിലിട്ട് അരയ്ക്കുകയാണ്. അപ്പോൾ ഇതിന് ഞാൻ വെള്ളമല്ല ഒഴിക്കുന്നത്. 1.5 കപ്പിന് ഞാൻ 2 കപ്പ് തേങ്ങാപ്പാൽ നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. അത് ചേർത്ത് നന്നായിട്ട് അടിച്ച് എടുത്തിട്ടുണ്ട്. നല്ല സ്മൂത്തായിട്ട് അരഞ്ഞ് കിട്ടണം. അതിൽ കൂടെ നമുക്ക് ഒരു മുട്ടയും കൂടെ അടിച്ച് ചേർക്കണം കേട്ടോ. എന്നിട്ട് നല്ല ഫൈനായിട്ടെന്ന് പറഞ്ഞാൽ വളരെ നന്നായിട്ട് അരച്ചെടുക്കുമ്പോൾ ഇത്തിരി കട്ടി ഉണ്ടാവും. പക്ഷേ ഇതിൽ വെള്ളം നമുക്ക് ചേർക്കണ്ട. നമുക്ക് ഈ തേങ്ങാപ്പാൽ 1-ാം പാൽ തന്നെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ 2-ാം പാൽ ഞാൻ അവിടെ വെച്ചിട്ടുണ്ട്. 2-ാം പാൽ നമ്മൾ ആഡ് ചെയ്യുന്നില്ല. 1-ാം പാൽ തന്നെ ഇതിന് മതിയായി. ഇനി ഞാൻ 1 ടീസ്പൂൺ പഞ്ചസാരയും ആവശ്യത്തിന് ഉപ്പും ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് അപ്പത്തിൻ്റെ കട്ടിയല്ല വേണ്ടത് കേട്ടോ. നമുക്ക് നല്ല ഒരു നീർദോശയുടെയൊക്കെ ഒരു കൺസിസ്റ്റൻസി, അതായത് ഒരു കട്ടി മോരിൻ്റെയൊക്കെ ഒരു പരുവമാണ് ഇതിന് വേണ്ടത്. അപ്പം ഞാൻ ആ തേങ്ങാപ്പാലെല്ലാം ആഡ് ചെയ്യുന്നുണ്ട്. ആ തേങ്ങാപ്പാലിൽ തന്നെ വേണം ഇത് റെഡിയാക്കാൻ, എന്നാലേ അതിൻ്റെ യഥാർത്ഥ ടേസ്റ്റ് വരികയുള്ളൂ. ഇനി നമുക്ക് ഫൈനായിട്ടൊന്ന് അരിച്ചുകൂടെ എടുക്കണം. നല്ല നേർത്ത അരിപ്പുണ്ടെങ്കിൽ എനിക്ക് ആ നേർത്ത അരിപ്പില്ല കേട്ടോ. ഞാൻ ഈ അരിപ്പിലാണ് അരിച്ചത്. അല്ലാതെ ചെറിയ ഇത് വരുന്ന അരിപ്പുണ്ടെങ്കിൽ അത് നന്നായിട്ട് അടിഞ്ഞു വരും, അതിൻ്റെ ആ കട്ടയൊക്കെ. ഇനി നമുക്ക് നല്ല ചൂടായ ഒരു പാനിലോട്ട് നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ ഇരിക്കും കേട്ടോ. തവിയുടെ ബാക്കിൽ നമുക്കിങ്ങനെ നോക്കുമ്പോൾ ഇതുപോലെ ഇരിക്കും. ഇത്രയും കട്ടി മതിയാകും. അപ്പോൾ നമ്മൾ ഓരോ പ്രാവശ്യം മാവ് ഒഴിക്കുമ്പോഴും നന്നായിട്ടൊന്ന് കലക്കി കൊടുക്കുക. എന്നിട്ട് നമുക്ക് പാനിലോട്ട് ഒരു തവി മാവ് ഒഴിക്കാം. ഇങ്ങനെ നന്നായിട്ട് ഒന്ന് ചുറ്റിച്ചു കൊടുത്തിട്ട് നമുക്ക് മൂടിയൊന്നും വെക്കേണ്ട. തിന്നായിട്ട് വരും, അത് ഇളകി തന്നെ വന്നോളും കേട്ടോ. അതിൻ്റെ സൈഡിൽ നിന്ന് ഇങ്ങനെ വിട്ട് വരുമ്പോൾ തന്നെ നമുക്ക് കൈ വെച്ച് തന്നെ ഇങ്ങോട്ട് മടക്കിയെടുക്കാം. അപ്പോൾ ഇതൊരു 10 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് എല്ലാം ചുട്ടെടുക്കാവുന്നതാണ്. ഇതുപോലെ 1 മിനിറ്റ് മതി ഇത് വേവാനായിട്ട് കേട്ടോ. മൂടിയൊന്നും വെക്കേണ്ട, അല്ലാതെ തന്നെ വെന്തോളും. നല്ല തിന്നായിട്ട് വരും. തൊടുമ്പോഴേ നല്ല പഞ്ഞി പോലെ ഇരിക്കും. ഒരെണ്ണമൊന്നും കഴിച്ചാൽ നിർത്തത്തില്ല കേട്ടോ. 2-4 എണ്ണം അറിയാതെ കഴിച്ചു പോകും. അത്ര ടേസ്റ്റാണ് ഈ സംഭവം. അപ്പോൾ എന്തായാലും നിങ്ങൾ ഡിന്നറിനോ ബ്രേക്ക്ഫാസ്റ്റിനോ ഒക്കെ ഇതുണ്ടാക്കാം കേട്ടോ. ഇതിൻ്റെ കൂടെ മുട്ട റോസ്റ്റോ ചിക്കൻ കറിയോ അല്ലെങ്കിൽ തേങ്ങാ ചമ്മന്തി ആയാലും നന്നായിരിക്കും. അല്ലെങ്കിൽ തേങ്ങാപ്പാലും പിന്നെ പഞ്ചസാരയും ചേർത്തും കഴിക്കാം. ഇത്ര ടേസ്റ്റാണ് കേട്ടോ. ഇതൊരു ന്യൂജൻ പലഹാരമൊന്നുമല്ല കേട്ടോ. ഇതെൻ്റെ അമ്മയുടെ റെസിപ്പിയാണ്. ഇത് പണ്ടേ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. പഴയ അമ്മമാർക്കൊക്കെ നന്നായിട്ട് അറിയാവുന്ന റെസിപ്പി ആയിരിക്കും. അപ്പോൾ ഫ്രണ്ട്സ്, ഇത് എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സൊക്കെ കമൻറ്റ് ബോക്സിൽ ഇടാനും മറന്നു പോകരുത്. പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം, ലോക്ക്ഡൗൺ അല്ലേ, എല്ലാ ദിവസവും ഒരേപോലെ റെപ്പറ്റീഷൻ അല്ലേ എന്നൊക്കെ ചിന്തിച്ച് ഡെസ്പാകാതെ എന്തെങ്കിലും പുതിയ പാചക പരീക്ഷണങ്ങളൊക്കെ നിങ്ങൾ നടത്തി നോക്കുക. പ്രത്യേകിച്ച് എൻ്റെ റെസിപ്പീസൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇതല്ലേ ഏറ്റവും നല്ല ഒരു അവസരം നമുക്ക്. അപ്പോൾ നല്ല ചിക്കൻ കറി ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിലെങ്ങനെ മുക്കി കഴിക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ. നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. ടിൽ ദെൻ, ഗുഡ് ബൈ.